മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരെ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയതായി റിപ്പോർട്ടുകൾ. മോഹൻലാൽ ഫാൻസ് ഗ്രൂപ്പുകളിലാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ വരുന്നത്. നടി അനശ്വര രാജനും തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയെന്നെഴുതിയ നേരിന്റെ പുതിയ പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്. സിനിമ റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടുമ്പോഴാണ് ഈ നേട്ടം. പുലിമുരുകൻ, ലൂസിഫർ എന്നീ മോഹൻലാൽ ചിത്രങ്ങളും 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരുന്നു. ക്രിസ്മസ് റിലീസായ ഡിസംബർ 21 തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന്റെ ആഗോള കളക്ഷനാണിത്. തിയേറ്റർ വ്യവസായത്തിനും വലിയ നേട്ടമാണ് ഈ ചിത്രം സമ്മാനിച്ചിരിക്കുന്നത്. 2023 അവസാന മലയാളം ഹിറ്റ് എന്ന ടാഗും ഇതോടെ ഈ ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം സ്വന്തമാക്കി. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആയിരുന്നു നിർമ്മാണം. അഭിഭാഷകനായി എത്തുന്ന മോഹൻലാലിന്റെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. അനശ്വര രാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനത്തിനും നേരെ സാക്ഷ്യം വഹിച്ചു. സിദ്ദീഖിന്റെ നെഗറ്റീവ് കഥാപാത്രവും കയ്യടി നേടി. ജിത്തു മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടിയില്ലെന്നായിരുന്നു ആദ്യ പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായത്. ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയായ ചിത്രത്തെ അവതരിപ്പിക്കുന്നതിൽ ജിത്തു 100% വിജയിച്ചുവെന്നും പ്രേക്ഷകർ പറയുന്നു. കോടതിയും വ്യവഹാരവും നിയമയുദ്ധവുമൊക്കെ തികച്ചും റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കുന്ന ഒരു ലീഗൽ ത്രിൽ ഡ്രാമ പ്രേക്ഷകരെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു. അതോടൊപ്പം ഈ ചിത്രം ശക്തമായ കുടുംബ ബന്ധങ്ങളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. പ്രിയാമണി, നന്ദു, ദിനേശ് പ്രഭാകർ, ശങ്കർ ഇന്ദുചൂടൻ, മാത്യു വർഗീസ്, കലേഷ്, രമാദേവി, കലാഭവൻ ജിൻഡോ, രശ്മി അനിൽ, ഡോക്ടർ പ്രശാന്ത് എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളാണ്. ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് നേരിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. നേരിന്റെ വമ്പൻ വിജയത്തിനു ശേഷം മോഹൻലാൽ നായകനാകുന്ന മലൈക്കോട്ടെ വാലിബന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. അതേസമയം വിസ്മയിപ്പിക്കുന്ന നടനായി വീണ്ടും മോഹൻലാൽ എത്തിയ ചിത്രമായ നേര് വിവിധ ഭാഷകളിൽ റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്ന വാർത്തയാണ് ആരാധകർ ചർച്ചയാക്കുന്നത്. മകൻ ആശിഷ് ജോ ആന്റണിക്കൊപ്പം ചിത്രം ആന്റണി പെരുമ്പാവൂർ ഇതര ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. തെലുങ്കിലും തമിഴിലും കന്നഡ ഭാഷയിലുമൊക്കെ ചിത്രം അവിടുത്തെ പ്രമുഖ നിർമ്മാതാക്കളോടൊപ്പം ചേർന്നായിരിക്കും നിർമ്മിക്കുക എന്നാണ് റിപ്പോർട്ട്. നേരെ റീമേക്കിലും വൻ വിജയചിത്രമായി മാറുമെന്നാണ് പ്രതീക്ഷ. അതിനാൽ നേര് റീമേക്ക് ചെയ്യുമ്പോൾ ചിത്രത്തിൽ നായകനായ വിജയമോഹനായി എത്തുന്നവരുടെ പേരുകളും ചർച്ചയാവുകയാണ്. ദൃശ്യം മറ്റു ഭാഷകളിലും ഹിറ്റായിരുന്നു. തമിഴിൽ പാപനാശം എന്ന പേരിൽ ചിത്രം റീമേക്ക് ചെയ്തപ്പോൾ കമൽഹാസനായിരുന്നു നായകനായി എത്തിയത്. വി രവിചന്ദ്രൻ കന്നഡയിലും നായകനായി. തെലുങ്കിൽ വെങ്കടേഷൻ നായകനായി എത്തിയപ്പോൾ ബോളിവുഡ് റീമേക്കിൽ പ്രധാന വേഷത്തിൽ അജയ് ദേവഗനായിരുന്നു. ജിത്തു ജോസഫിന്റെയും മോഹൻലാലിന്റെയും ഹിറ്റ് ചിത്രമായി മാറിയ നേര് റീമേക്ക് ചെയ്യുമ്പോൾ ആരൊക്കെ നായകനായി എത്തുമെന്നത് സസ്പെൻസാണ്. തെലുങ്ക് റീമേക്കിൽ വെങ്കടേഷ് നായകനായേക്കുമെന്ന് വാർത്തകൾ അന്നാട്ടിലെ മാധ്യമങ്ങൾ ഒരു സാധ്യതയായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആരായിരിക്കും തമിഴിൽ നായകനാവുക എന്നത് ആകാംക്ഷയുണ്ടാക്കുന്നതാണ്.